ആശങ്കകൾക്ക് ഇടം നൽകാതെ ഇലക്ഷൻ കമ്മീഷൻ SIRന്റെ നടപടിക്രമങ്ങൾ വളരെ കൃത്യതയോടെ മുന്നോട്ട് പോവുകയാണ്. നിലവിൽ എന്യൂമറേഷൻ ഫോം ലഭിച്ച അർഹരായ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്യൂമറേഷൻ ഫോം 100% ഡിജിറ്റലൈസ് ചെയ്തു കഴിഞ്ഞു. 2025 ഒക്ടോബറിലെ വോട്ടർ പട്ടിക പ്രകാരം 2,78,48,827 വോട്ടർമാരിൽ നിന്നും SIR തീവ്ര വോട്ടർ പട്ടിക പുതുക്കലിൻ്റെ ഭാഗമായി 24.81 ലക്ഷം പേർ കരട് അല്ലെങ്കിൽ സാധ്യതാ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടും. ഡിജിറ്റലൈസേഷൻ നടപടികൾ പൂർത്തിയായപ്പോൾ വിവിധ കാരണങ്ങളാൽ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ളവരുടെ ഒരു ലിസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ASD ലിസ്റ്റ് അല്ലെങ്കിൽ അൺകളക്റ്റബിൾ കാറ്റഗറിയിൽപ്പെട്ടവർ ഏതൊക്കെ മാനദണ്ഡങ്ങളിലൂടെയാണ് കരട് വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താകാൻ സാധ്യതയെന്നത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ASD ലിസ്റ്റ് പ്രകാരം കരട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെടാൻ സാധ്യതയുള്ളവർ എത്രയാണെന്നും എന്ത് കാരണത്താലാണ് ഇവർ ഒഴിവാക്കപ്പെട്ടതെന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. ആബ്സെന്റ് അഥവാ നിലവിലെ വോട്ടർ പട്ടികയിലെ വിലാസത്തിൽ നിന്നും കണ്ടെത്തുവാൻ കഴിയാത്തവർ 6.89 ലക്ഷം പേരാണ്. ഷിഫ്റ്റഡ് അതായത് പട്ടികയിലുള്ള വിലാസത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് താമസം മാറിപ്പോയവർ 8.21 ലക്ഷം പേർ. മൂന്നാമത്തത് ഡെഡ് ആണ്, അതായത് മരണപ്പെട്ടു പോയവർ. കഴിഞ്ഞ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു, നിലവിൽ അവർ മരണപ്പെട്ടു പോയവരാണ്. അങ്ങനെയുള്ളവർ 6.49 ലക്ഷം പേരാണ്. അടുത്തത് ഡബിളിംഗ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വ്യക്തിയുടെ പേര് ഒന്നിലധികം സ്ഥലങ്ങളിലെ വോട്ടർ പട്ടികയിലുള്ളവർ, അങ്ങനെയുള്ളവർ 1.34 ലക്ഷം പേരാണ്. അടുത്തത് അതർ കാറ്റഗറിയാണ്. അതർ കാറ്റഗറി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്യൂമറേഷൻ ഫോം സ്വീകരിക്കാത്തവരാകാം, ഫോം പൂരിപ്പിച്ച് തിരികെ നൽകാത്തവരാകാം. ഇവരെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവർ 1.86 ലക്ഷം പേരാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വരുന്ന ഡിസംബർ 23-നാണ് കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. മേൽപ്പറഞ്ഞ എന്തെങ്കിലും സാഹചര്യത്താൽ നിങ്ങൾ സാധ്യതാ ലിസ്റ്റിൽ ഇല്ല എങ്കിൽ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. മതിയായ രേഖകൾ ഹാജരാക്കിയാൽ നിങ്ങളുടെ പേര് വോട്ടേഴ്സ് ലിസ്റ്റിൽ പുനഃസ്ഥാപിക്കുവാനുള്ള അവസരമുണ്ടാകും. പട്ടികയിൽ നിന്നും അർഹരായവർ ആരെങ്കിലും ഒഴിവായിട്ടുണ്ട് എങ്കിൽ 2026 ജനുവരി 22 വരെ നിങ്ങളുടെ തർക്കങ്ങളും പരാതികളും ആക്ഷേപങ്ങളും പരിഹരിക്കുവാൻ അവസരമുണ്ടാകും. പരാതികളെല്ലാം തന്നെ പരിഹരിച്ച ശേഷം അർഹരെ ഉൾപ്പെടുത്തി 2026 ഫെബ്രുവരി 21-നാണ് ഇലക്ഷൻ കമ്മീഷൻ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക. അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷവും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് നിശ്ചിത ദിവസം മുമ്പ് വരെയും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കേണ്ടവർക്ക് ഫോം 6-ലൂടെയും വിദേശത്ത് ജോലിയുള്ളവർക്ക് ഫോം 6A-യിലൂടെയും ഓൺലൈനായും ഓഫ്ലൈനായും നിങ്ങളുടെ പേരുകൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ചേർക്കാവുന്നതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് SIRന്റെ സാധ്യതാ ലിസ്റ്റിൽ നിന്നും താങ്കൾ ഒഴിവായിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നതാണ്. അതിനായി ഗൂഗിൾ ക്രോമിൽ www.ceo.kerala.gov.in/ASD-list എന്ന് സെർച്ച് ചെയ്ത് ലിങ്കിലേക്ക് കയറാവുന്നതാണ്. അതുമല്ലെങ്കിൽ ഏറ്റവും എളുപ്പമാർഗം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്നും നേരിട്ട് ഇതിൻ്റെ വെബ്സൈറ്റിലേക്ക് കയറാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ആകുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. നേരെ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോവുക. അവിടെ ആദ്യ കോളം ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുവാൻ പറയും. നിങ്ങളുടെ ജില്ല ഏതാണോ അത് സെലക്ട് ചെയ്യുക. എൻ്റെ ജില്ല ആലപ്പുഴ ആയതിനാൽ ആലപ്പുഴ സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. തൊട്ടടുത്തത് നിങ്ങളുടെ നിയമസഭാ മണ്ഡലമാണ്. നിയമസഭാ മണ്ഡലം ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ആയതിനാൽ മാവേലിക്കര സെലക്ട് ചെയ്യുന്നു, ഡൺ കൊടുക്കുന്നു. തൊട്ടടുത്ത് നിങ്ങളുടെ ബൂത്ത് നമ്പറാണ്, പാർട്ട് നെയിം. അത് നിങ്ങൾക്ക് BLOയോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. എൻ്റെ പാർട്ട് നെയിം എന്ന് പറയുന്നത് 182 ആണ്. 182ാമത്തെ പാർട്ട് നമ്പർ സെലക്ട് ചെയ്ത് ഡൺ കൊടുക്കുന്നു. അവിടെ ഡൗൺലോഡ് ASD എന്ന് കാണും. അവിടെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പെട്ടെന്ന് ഡൗൺലോഡ് എന്ന ബട്ടൺ ഞെക്കുക. നെക്സ്റ്റ് ഓപ്പൺ ഫയൽ എന്ന ലിങ്കിലേക്ക് വരുമ്പോൾ ക്ലിക്ക് ചെയ്യുക. ഓപ്പൺ ഫയൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് സാധ്യതാ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവരുടെ വിവരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമതായി സീരിയൽ നമ്പറാണ്,
രണ്ടാമത് ആരാണോ ഒഴിവാക്കപ്പെട്ടത് അവരുടെ എപ്പിക് നമ്പർ അല്ലെങ്കിൽ വോട്ടേഴ്സ് ID നമ്പർ കാണാം. മൂന്നാമതായി ഒഴിവാക്കപ്പെട്ട വ്യക്തിയുടെ പേര് കാണും. നാലാമതായി അദ്ദേഹവുമായിട്ടുള്ള ബന്ധം ആരാണോ അവരുടെ പേര് വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അവസാനമായിട്ട് നിങ്ങൾ എന്ത് കാരണത്താലാണ് ഒഴിവായതെന്നും അവിടെ വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്.